എറണാകുളം ഗാന്ധി പ്രതിമയ്ക്ക് സമീപമുള്ള പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലിലെ മരത്തിൽ കണ്ട പെരുമ്പാമ്പിനെ പിടികൂടില്ല. ഫയർഫോഴ്സ് ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയിരുന്നെങ്കിലും പാമ്പിന്റെ ആരോഗ്യം കണക്കിലെടുത്ത് അത് ഉപേക്ഷിക്കുകയായിരുന്നു. പാമ്പ് സ്വയം താഴെ ഇറങ്ങി വരട്ടെ എന്ന നിലപാടിലാണ് വനംവകുപ്പുള്ളത്. വിഷ്ണു സുരേഷ് സംഭവസ്ഥലത്ത് നിന്ന് പുതിയ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. വിഷ്ണു, ഇത് മരത്തിൽ നിന്ന് പിടികൂടേണ്ടതില്ല, സ്വയം താഴേക്ക് വരട്ടെ എന്നിട്ട് ആലോചിക്കാം എന്നുള്ളതായിരുന്നു ഉദ്യോഗസ്ഥരുടെ നിലപാട്. രാത്രി ഈ സമയമായിട്ടും മരത്തിന് മുകളിൽ തന്നെ തുടരുകയാണോ പാമ്പ്? എന്താണ് പുതിയ വിവരങ്ങൾ, വിഷ്ണു? TK, ഇപ്പോൾ ഏകദേശം 10 മണിക്കൂർ പിന്നിടുന്നു. പാമ്പ് ഇപ്പോഴും ഈ മരത്തിന് മുകളിൽ തുടരുകയാണ്. രാവിലെ മുതൽ ഇതിനെ രക്ഷപ്പെടുത്താനുള്ള അല്ലെങ്കിൽ താഴെ ഇറക്കാനുള്ള ശ്രമമൊക്കെ ആദ്യഘട്ടത്തിൽ വനംവകുപ്പും ഫയർഫോഴ്സും ചേർന്ന് ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയെങ്കിലും പിന്നീട് അത് ഉപേക്ഷിക്കുകയായിരുന്നു. പാമ്പ് സ്വയം താഴേക്ക് ഇറങ്ങി വരട്ടെ എന്ന നിലപാടാണ് വനംവകുപ്പ് എടുത്തത്. അവർ പോവുകയും ചെയ്തു. നിലവിൽ ഇവിടെ സ്നേക്ക് റെസ്ക്യൂവർമാരായി 2 പേരുണ്ട്. അവര് ഇപ്പോൾ ഈ പാമ്പ് നേരത്തെ ഒരു സ്ഥലത്ത് മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുന്ന സാഹചര്യമുണ്ടായി. ഏറ്റവും മുകളിലത്തെ കൊമ്പിലായിരുന്നു. പക്ഷെ ഒരു അരമണിക്കൂറായി പാമ്പ് കാര്യമായി തന്നെ മൂവ് ചെയ്യുന്നുണ്ട്, അനങ്ങുന്നുണ്ട്. അത് മറ്റു കൊമ്പുകളിലേക്കൊക്കെ താഴേക്ക് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് രാത്രിയായി ചൂട് പോയൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് താഴേക്ക് വരാൻ, ഇരുട്ടായ സാഹചര്യത്തിൽ താഴേക്ക് വരാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നാണ് സ്നേക്ക് റെസ്ക്യൂ ടീം വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് അവർ മരത്തിന്റെ താഴത്ത് പൂർണ്ണ സജ്ജമായി നിൽക്കുകയാണ്. ഏതെങ്കിലും സാഹചര്യത്തിൽ അവിടെ നിന്ന് താഴേക്ക് വീഴുകയാണെങ്കിൽ അതിനെ റിക്കവർ ചെയ്യാം എന്നാണ് ഇപ്പോൾ കരുതുന്നത്. വലിയ തിരക്ക് ഇവിടെ രാവിലെ മുതൽ അനുഭവപ്പെടുന്നുണ്ട്. ഈ രാത്രിയും വലിയ ആൾക്കൂട്ടമാണ്. വലിയ ആൾക്കൂട്ടമാണ് ഇവിടെ ഈ പാമ്പിനെ കാണുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ കാഴ്ചബംഗ്ലാവിൽ മാത്രം കണ്ടിട്ടുള്ള ആളുകളൊക്കെ ഈ പാമ്പിനെ നേരിട്ട് കണ്ട ഒരു കൗതുകം ഇവിടെ ഉണ്ട്. ഏറെ തിരക്കുള്ള ഒരു പ്രദേശമാണ്, എറണാകുളത്തിന്റെ ഹൃദയഭാഗമാണ്. അതുകൊണ്ട് പോലീസ് നന്നെ പണിപ്പെടുന്നുണ്ട്. ഈ റോഡ് വളരെ തിരക്കുള്ള റോഡാണ്. അവിടുത്തെ ആളുകൾ ഗതാഗതം ഒരു പക്ഷേ വലിയ ബ്ലോക്കൊക്കെ പല ഘട്ടങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. അത് മാറ്റാൻ പോലീസ് വലിയ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. നിലവിൽ ഈ പാമ്പ് ഇപ്പോഴും മറ്റ് കൊമ്പുകളിൽ നിന്ന് കൊമ്പുകളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഏതെങ്കിലും സമയത്ത് നിലത്ത് വീഴുമോ എന്നുള്ളതാണ് ഇപ്പോൾ സ്നേക്ക് റെസ്ക്യൂ ടീം വ്യക്തമാക്കുന്നത്. അത് താഴെ കൊമ്പിലേക്ക് വീഴുകയാണെങ്കിൽ സ്വാഭാവികമായും ഫയർഫോഴ്സിനെ വിളിച്ചാൽ അവരെത്തും. പിന്നീട് ലാഡർ ഉപയോഗിച്ച് നേരെ കയറി അതിനെ താഴേക്ക് ഇറക്കാൻ പറ്റും എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോഴും അത് സ്ഥിതി ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട മേളിലത്തെ കൊമ്പിൽ തന്നെയാണ്. അതുകൊണ്ടാണ് ഇതിനെ താഴെ ഇറക്കാനുള്ള ബുദ്ധിമുട്ട് നിലവിൽ നേരിടുന്നത്. 10 മണിക്കൂർ നഗരഹൃദയത്തിലായതുകൊണ്ട് തന്നെ, നഗരമധ്യത്തിലായതുകൊണ്ട് തന്നെ പിടികൂടുകയാണെങ്കിൽ അങ്ങനെ വെറുതെ അങ്ങ് വിടാൻ കഴിയില്ല. എന്താണ് വനംവകുപ്പ് തുടർന്ന് ഒരു ആക്ഷൻ പ്ലാൻ എന്നുള്ള നിലയിൽ ആലോചിക്കുന്നത്? എവിടേക്ക് കൊണ്ടുപോവുക? അത്തരത്തിലുള്ള ആലോചനകളൊക്കെ ഉണ്ടോ, വിഷ്ണു? സമീപകാലത്ത് എറണാകുളം നഗരത്തിൽ ഇത്തരത്തിൽ മലമ്പാമ്പുകൾ വ്യാപകമായി വരുന്നുണ്ട്. ഹൃദയഭാഗത്തൊക്കെ, ഈ പ്രത്യേകിച്ച് ഈ മെട്രോ ടൗൺ ഇടപ്പള്ളി പോലുള്ള ഭാഗത്ത് MG റോഡിലൊക്കെ വരുന്നുണ്ട്. പൊതുവെ മലമ്പാമ്പിന്റെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് വനംവകുപ്പ് പറയുന്നത്. ഇന്നിപ്പോൾ വന്ന വനംവകുപ്പ് ടീമിന്റെ വണ്ടിയിൽ തന്നെ ഏകദേശം 12ഓളം വരുന്ന മലമ്പാമ്പുകൾ ഉണ്ടായിരുന്നു വിവിധ ഇടങ്ങളിൽ പിടിച്ചത്. അതുകൊണ്ട് ഇതിനെയും പിടിച്ചു കഴിഞ്ഞാൽ ഉൾക്കാട്ടിലേക്ക്, മലയാറ്റൂർ ഫോറസ്റ്റ് ഡിവിഷൻ കീഴിലാണ് വരിക. സ്വാഭാവികമായും അങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുക എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. വനംവകുപ്പ് തന്നെ ഇപ്പോൾ ഇവിടെ ഉള്ളത്. എന്തായാലും ഈ ശ്രമം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. വിഷ്ണു സുരേഷ് സംഭവ സ്ഥലത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. ഇപ്പോഴും മരത്തിന് മുകളിൽ തന്നെയാണ് പെരുമ്പാമ്പുള്ളത്. താഴേക്കിറങ്ങി വന്നിട്ടില്ല. താഴേക്കിറങ്ങി വരും എന്നൊരു പ്രതീക്ഷയിലാണ് അവിടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ സർവ്വസന്നാഹങ്ങളുമായി, സജ്ജീകരണങ്ങളുമായി അവിടെ കാത്തു നിൽക്കുന്നത്. വിഷ്ണു അതിന്റെ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.